ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ജപ്പാൻ പേര, റെഡ് ഡയമണ്ട് പേര. ഇതാണ് റെഡ് ഡയമണ്ട് പേര. ഇത് നന്നായി കായ്ച്ചിട്ടുണ്ട് ഈ വർഷം. കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ട്, ഈ വർഷം വളരെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. ഈ പേരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ പേരയുടെ വെറൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു പേരയാണിത്. ഉണ്ടോ? ഇതൊക്കെ നിറച്ച് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഇതാ, ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇതാ ഇവിടെയൊക്കെ ഇതാ നിറച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഈ കമ്പിലുണ്ട്, കണ്ടോ? ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഇവിടെ എല്ലാ ഭാഗവും നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഈ പേര ഏകദേശം ഒരു 400-500 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഏതാണ്ട് ഇത് വെയിറ്റ് വരുന്നുണ്ട്. പേരയുടെ വെറൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള പേരയാണ് ജപ്പാൻ പേര, റെഡ് ഡയമണ്ട് പേര എന്നും പറയും. ഇതിൻ്റെ അകം നല്ലൊരു റെഡിഷ് കളറാണ്, നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതിന് സീഡ് വളരെ കുറവായിരിക്കും. നിങ്ങൾ പേര വെക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നൊരു വെറൈറ്റി പേരയാണ് റെഡ് ഡയമണ്ട് പേര. ഇനി നമുക്ക് ഇത് പഴുത്തു പോയി, ഇത് വന്ന് വീണുപോയി. ഇതിൻ്റെ റിവ്യൂ നമുക്ക് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ ഇതൊന്ന് കഴിച്ചിട്ട് ഇത് മുറിച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മോള് പറയും. ഇത് മോളാണ്, അവൾ അതിൻ്റെ ടേസ്റ്റ് വെക്കും. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ, അപ്പോൾ അവർ പറയുമ്പോൾ അതിനെ ശരിക്കും കട്ട് ചെയ്യും. ഇങ്ങനെ പൈപ്പാകുന്നുള്ളൂ. ഇത് കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ലേശം കമ്മിയാണ്, പക്ഷെ എന്നാലും ഇത് വളരെ ടേസ്റ്റി ആട്ടോ. സീഡ് തീരെയല്ല, നല്ല ക്രിസ്പിയാണ് സാധനം. ചെറിയൊരു പുളിപ്പും നല്ല മധുരമൊക്കെ അരിഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണിത്. ഇനിയും ഇങ്ങനത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.